ഹായ് ഫ്രണ്ട്സ്, എവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തിയുടെ, നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണ്? നിങ്ങൾ വിചാരിക്കുന്നത് പോലെയാണോ? അവരുടെ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതാണ് നമ്മളിവിടെ റീഡ് ചെയ്യാൻ പോകുന്നത്. ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി ഒരു കാര്യം, നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. നമുക്ക് അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് നോക്കാം. അവരുടെ കറണ്ട് എനർജി എന്താണ് നോക്കാം. Awareness, no vision. Intensity, trust, moment to moment. The rebel. Experiencing the outsider. ഒരു കാർഡോട് എടുക്കാവേ. ട്രാൻസ്ഫോർമേഷൻ. ബോട്ടം വന്നിരിക്കുന്നത് ഹീലിംഗ് ആണ്. ഹീലിംഗ് എന്ന് പറയുമ്പോൾ, ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിലായിരിക്കണം. കാരണം ഇവിടെ ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്, എക്സ്പീരിയൻസിങ് വന്നിട്ടുണ്ട്, അവയർനെസ് വരുന്നുണ്ട്. പല കാര്യങ്ങൾ ഇവിടെ നമുക്ക് അവരുടെ എനർജിയാണ്, കറണ്ട് എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ ഒരു ഹീലിംഗിന്റെ ആവശ്യമുണ്ട് അവർക്ക്. സൈലൻസിലാണ് ഇപ്പോഴെന്ന് കാണുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ സൈലൻസ് കീപ്പ് ചെയ്യുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളോട് അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സൈലൻസിലാണ് അവരിയ്ക്കുന്നത്. അവരിപ്പോൾ ഈ ഒരു നിമിഷത്തെ അവർ സഫർ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. ഇത് വളരെ ബുദ്ധിമുട്ടിയാണ്. എന്നാൽ എന്തെങ്കിലും തുറന്നാരോടും പറയാനും പറ്റുന്നില്ല. എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടതെന്നും ഒരു തീരുമാനവും ഇപ്പോൾ എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. കാരണം അത്രയ്ക്കും വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണ്, അത്രയ്ക്കും പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലാണ് അവരെന്നാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, ഇവിടെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, ഹീലിംഗിനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഹീലിംഗിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്താന്ന് പറഞ്ഞാൽ, ഒരു സുഖചികിത്സയ്ക്ക് വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ അവരുടെ മാനസികാവസ്ഥ ഒരു ചികിത്സയ്ക്ക് അത്യാവശ്യമാണ്. ഒരു ചികിത്സ വേണ്ടതായ മാനസികാവസ്ഥയിലാണ് അവരെന്നാണ് കാണുന്നത്. അവരുടെ ഈ ഒരു സമയം അവർ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. മനസ്സിലായി? സൈലൻസിനോട് അവർ സഫർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോഴുള്ളത്. ആ ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ട്രസ്റ്റ്, മൊമെന്റ് ടു മൊമെന്റ്, ദ റിബൽ. പക്ഷേ ഓരോ എക്സ്പീരിയൻസിങ് കണ്ടില്ലേ, ഓരോ നിമിഷവും അവരിവിടെ വളരെയധികം സൂക്ഷിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ നിന്നും അകന്നതിന് ശേഷം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾ തമ്മിൽ നല്ല ഒരു അടുപ്പത്തിലായിരുന്നു. അതിനുശേഷം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് കണ്ടില്ലേ, ന്യൂ വിഷൻ, ഇന്റൻസിറ്റി. അപ്പൊ ഒരുപാട് കാര്യങ്ങളെ അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്.
ഇത്രയും കാര്യങ്ങൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ പോലും അവർ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ നിങ്ങളോട് പെട്ടെന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും പ്രയാസങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നുള്ള ഒരു ഭയത്തിലാണ് അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ട്രസ്റ്റ്, അവർക്ക് നിങ്ങളെ വിശ്വാസമുണ്ട്. നിങ്ങളിലുള്ള ഒരു വിശ്വാസം കൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അവർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടാവാം. കണ്ടില്ല, ഇവിടെ എക്സ്പീരിയൻസ് വന്നിരിക്കുന്നു, ഇവിടെ റിബലാണ് വന്നിരിക്കുന്നത്, ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്, അതുപോലെ മൊമെന്റ് ടു മൊമെന്റ്. അപ്പൊ ഇവിടെ ഓരോ നിമിഷവും നിങ്ങളോടുള്ള ആ സ്നേഹം കൊണ്ട് തന്നെ അവർ ഓരോ നിമിഷവും നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് തന്നെയും മുന്നോട്ട് കടക്കുന്നു എന്ന് മാത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അവർ നിങ്ങൾക്കിടയിലുള്ള, നിങ്ങൾ തമ്മിലുള്ള ആ സ്നേഹത്തിന്റെ ആഴത്തെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഹീലിംഗ് ആണ് വന്നിരിക്കുന്നത്. അവർക്ക് അത്യാവശ്യമാണ്, നിങ്ങളിൽ നിന്നുള്ള ഹീലിംഗ് അവർക്ക് അത്യാവശ്യമാണെന്ന് കാണുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് അവയർനെസ് വന്നിരിക്കുന്നു, ഇപ്പോൾ അവർക്കൊരു അവബോധം വന്നിരിക്കുന്നു, തിരിച്ചറിവ് വന്നിരിക്കുന്നു. എന്തുകൊണ്ട് ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യത്തിന് അവർക്കൊരു തിരിച്ചറിവ് വന്നിരിക്കുന്നു. ആ സംഭവിച്ചു പോയ കാര്യങ്ങളുടെ സത്യാവസ്ഥയെ മനസ്സിലാക്കാനും അതിന്റെ ആഴത്തെ മനസ്സിലാക്കാനും അവർക്ക് ഇപ്പോഴാണ് ഒരു കഴിവ് വന്നിരിക്കുന്നത്. അവർ ഒരു ന്യൂ വിഷനിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അവർക്ക് നല്ലതുപോലെ പരിവർത്തനം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് ഈ പരിവർത്തനം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എക്സ്പീരിയൻസിങ് ആണ്. മനസ്സിലായി, അവർക്ക് ഒരുപാട് കാര്യങ്ങളെ അവരിവിടെ അവരുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സൈലൻസിലാണ്. ഇപ്പോൾ ഒരു പരിവർത്തനത്തിന് അവർ വിധേയമാകുന്നു എന്ന് പറയുമ്പോൾ തന്നെയും എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മാനസിക പ്രയാസങ്ങൾ, ശാരീരികമായ പ്രശ്നങ്ങൾ ഒക്കെയും അവർ അനുഭവിച്ചിട്ടുണ്ട്. സാമ്പത്തിക പരാജയങ്ങളെ അവർ നേരിട്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ അവരുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. സാമ്പത്തികപരമായ പരാജയം, ഇതൊക്കെയും സംഭവിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുമായി കൂടുതൽ കോണ്ടാക്റ്റിലെത്താൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അവരുടെ യഥാർത്ഥത്തിലുമുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, അവരുടെ ഓരോ നിമിഷവും വളരെയധികം ശ്രദ്ധിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. മൊമെന്റ് ടു മൊമെന്റ് ഓരോ നിമിഷവും വളരെയധികം ശ്രദ്ധിച്ച് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുന്നത് അങ്ങനെയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിവിടെ കാര്യങ്ങളെ കുറേയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു. കാരണം അവരുടെ ജീവിതത്തിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്കിവിടെ പരിവർത്തനം വരാൻ പോകുന്നത്. എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുമ്പോഴാണ്, ഒത്തിരി പ്രശ്നങ്ങൾ, പ്രതിസന്ധികളിലൂടെ, വെല്ലുവിളികളിലൂടെയും കടന്നു പോകുമ്പോൾ മാത്രമാണ് പരിവർത്തനം സംഭവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റിൽ നിന്ന് വിട്ടിട്ട് അവർക്ക് ആ സമയത്ത് തന്നെ എന്തോ എതിർച്ചയാ ചില സാഹചര്യങ്ങൾ നിമിത്തം അവർക്ക് മറ്റു പല പ്രശ്നങ്ങളെയും ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ. അത് തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ മറ്റു പല പ്രശ്നങ്ങളെയും ഫേസ് ചെയ്ത് വന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചില സാഹചര്യങ്ങൾ, അവർക്ക് വിപരീതമായ ചില സാഹചര്യങ്ങളിലൂടെ അവർക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. വാസ്തവത്തിൽ അവർ നേരത്തെ തന്നെയും ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷെ ഈ ഒരു സമയത്താണ് അവർക്ക് ഒരു അവബോധം ഉണ്ടാകുന്നത്. നേരത്തെ അവർക്ക് നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷനിൽ, ആ സ്നേഹത്തിൽ യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ യാതൊരു വിധത്തിലുമുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്നില്ല. നിങ്ങളിൽ നിന്നും പിരിഞ്ഞതിന് ശേഷമാണ് അവർക്ക് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഇവിടെ കണ്ടില്ല, ഇവിടെ അവയർനെസ് വരുന്നത് നിങ്ങളിൽ നിന്നും പിരിഞ്ഞതിന് ശേഷമാണ്. നിങ്ങൾ ഉള്ളപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഈ ഒരു സമയത്ത് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
റിബൽ കണ്ടില്ലേ, അവരുടെ ഉള്ളിലൊരു പോരാളിയുണ്ട്. അവർ വിചാരിക്കുന്നുണ്ട് കുറച്ചുകൂടി ധൈര്യപൂർവ്വം മുന്നോട്ട് വരണം വരണം എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ അവർക്ക് തന്നെയും സന്തോഷത്തിലിരിക്കാൻ സാധിക്കൂ എന്ന് അവർക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളെ അവർ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അവർ വിചാരിക്കുന്നുണ്ട് ജീവിതത്തിൽ നല്ലൊരു മാറ്റത്തിലൂടെ, നല്ലൊരു കാഴ്ചപ്പാടിലൂടെ, ഇനി ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് വരണം. പഴയ ചില അനുഭവങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്നത് ഇത് തന്നെയാണ്. സഫറിങ് ഇൻ സൈലൻസ് ആണ്. സൈലൻസിനോട് സഫർ ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് അവർ ഇപ്പോഴെന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എന്നാൽ അവർക്ക് നിങ്ങളെ നല്ലതുപോലെ വിശ്വാസമുണ്ട് താനും. അവർ തേർഡ് പാർട്ടിയോടൊപ്പം പോയി എന്ന് കരുതിയാൽ കൂടെയും അവിടെ കുറച്ചു കാലം അത് അവരുടെ സാഹചര്യം അത്തരത്തിലുള്ളതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളോടുള്ള സ്നേഹക്കുറവോ അടുപ്പക്കുറവോ ഒന്നുമല്ല, പക്ഷെ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ പറ്റിപ്പോയി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? നിങ്ങളിപ്പോൾ വിചാരിക്കും എന്നാൽ പിന്നെ എന്തിനാണ്, സ്നേഹമുള്ള ഒരു വ്യക്തി എങ്ങനെ മുന്നോട്ട് പോയി? അത് ഓരോരുത്തരുടെയും സാഹചര്യം അങ്ങനെയാവാം. നിങ്ങൾ വിചാരിക്കുന്ന ഒരു സാഹചര്യമല്ല മറ്റൊരു വ്യക്തിയുടേത്. മനസ്സിലായോ? അത് നിങ്ങളുടെ അഭാവം കൊണ്ടായിരിക്കണം. ചിലപ്പോഴെങ്കിലും നിങ്ങൾ അകന്നു നിന്നപ്പോഴായിരിക്കും. അതുമല്ല എങ്കിൽ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അവർ ആരോടെങ്കിലും ഹെൽപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ടാവാം. മനസ്സിലായി? അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു തേർഡ് പാർട്ടിയുമായിട്ട് അവർ കണക്ട് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ കോണ്ടാക്റ്റിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു എക്സ്പീരിയൻസിങ് വന്നത്. മനസ്സിലായി? ഇവിടെ ഒരുപാട് കാര്യങ്ങളെ അവർ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുമായിട്ടുള്ള കണക്ഷനിൽ നിന്നും അവർ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി പിന്നീട് പോയ തേർഡ് പാർട്ടിയിൽ നിന്നും അവർ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങളെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് വരുമ്പോൾ അവർ വിചാരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അന്ന് ധൈര്യമില്ലാതെ പോയല്ലോ, ഇനിയെങ്കിലും കുറച്ചുകൂടി മുന്നോട്ട് വരണം എന്നിവിടെ റിബലാണ് വന്നിരിക്കുക, എന്നിവിടെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആഗ്രഹം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ അതൊരു സൈലൻസിലിരിക്കുകയാണ്. ആഗ്രഹത്തെ ഒന്നും ഇപ്പോൾ പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല. വിചാരിക്കുന്നുണ്ട് അവർ മുന്നോട്ട് വരണമെന്ന്, പക്ഷെ ഇപ്പോഴതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം പറ്റിപ്പോയതിനെ അവർ ഓർത്ത് വിലപിക്കുന്നുണ്ടാവാം. അവരതിന്റെ ആഴത്തെ മനസ്സിലാക്കുന്നുണ്ടാവാം. അപ്പോൾ കുറച്ചൊക്കെ അവബോധമുണ്ടായിട്ട് കുറച്ച് തിരിച്ചറിവുകൾ അവർക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് ഇവിടെ എന്താണ്, ഹീലിംഗ് ആവശ്യമുണ്ട്. നിങ്ങളുടേതായ ഒരു ഹീലിംഗ്, നിങ്ങളോടൊപ്പമുള്ള സമയത്തെ ഹീലിംഗ് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഇവിടെ ഈ ഒരു പരിവർത്തനത്തിലൂടെ അവർ മുന്നോട്ട് വരാൻ തുടങ്ങുന്നു. പരിവർത്തനം ഇവിടെ വന്നു എന്ന് കരുതിക്കൊണ്ട് അവർക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഇവിടെ പറ്റിയെന്ന് വരില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിവിടെ വളരെയധികം സൂക്ഷിച്ചാണ് ഇപ്പോഴത്തെ സമയം ചെലവാക്കുന്നത്. ഇപ്പോൾ തേർഡ് പാർട്ടിയോടൊപ്പമുള്ള ജീവിതമായിരിക്കാം, അതിവിടെ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങളിലുള്ള വിശ്വാസം കൊണ്ട് അവർ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതാണ് അവരുടെ കറന്റ് എനർജി, ഇതൊക്കെയാണ്. മനസ്സിലായോ? ഇനി നമുക്ക് അവർക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാവേ. ടവറാണ് വന്നിരിക്കുന്നത്.
വന്നിരിക്കുന്നത് 2 of Cupsന്റെ എനർജിയാണ്. നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ, നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഇത്തരത്തിലൊരു കണക്ഷൻ ഉണ്ട്, ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവാം. എംപ്രസ് ആണ് നിങ്ങളെ വിവാഹം കഴിക്കണമെന്നും നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുട്ടികളോടൊപ്പം ചേർന്ന് ഒന്നിച്ച് മുന്നോട്ട് നല്ല ഒരു ജീവിതം കൊണ്ടുപോകണമെന്നും അവരിവിടെ ആഗ്രഹിച്ചിരുന്നു മുൻപ് അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അവരുടെ ഉള്ളിൽ നിന്നും ഈ ആഗ്രഹത്തിനൊരു കുറവും ഉണ്ടാവുന്നില്ല. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാനുള്ള ആഗ്രഹം, അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സ് ആണ് ഇവിടെ വളരെയധികം ആവേശത്തോടുകൂടി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. 8 of Wandsന്റെ എനർജി കണ്ടില്ല, ഇവിടെ എംപ്രസ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 2 of Cupsന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അവരുടെ ഉള്ളിൽ നിങ്ങളോട് നല്ല സ്നേഹമുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. മനസ്സിലായി. പക്ഷെ പെട്ടെന്ന് തേർഡ് പാർട്ടിയെ വിട്ടിട്ട് വരാനും അവരെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഇവിടെ കണ്ടില്ല, തേർഡ് പാർട്ടി നിമിത്തമായിരിക്കണം നിങ്ങൾ തമ്മിൽ ഇവിടെ ടവർ മൂവ്മെന്റ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോഴായിരിക്കണം നിങ്ങൾ തമ്മിൽ ഇവിടെ വേർപിരിഞ്ഞത് എന്ന് കാണുന്നുണ്ട്. മനസ്സിലായി. പക്ഷെ അതിനുശേഷം അവർ തേർഡ് പാർട്ടിയോടൊപ്പം പോയി എങ്കിലും ആ ചില സാഹചര്യങ്ങൾ അവർക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നതായിരുന്നു. പക്ഷേ അവരിൽ നിന്നും രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. തേർഡ് പാർട്ടിയുടെ പിടിയിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവർ എവിടെ ഇരുന്നാലും നിങ്ങളോടുള്ള സ്നേഹം അവർ അയവിറക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷനിലെ ആ ഒരു സ്നേഹം, നിങ്ങളുമായിട്ടുള്ള സംസാരത്തിലെ തന്നെ എനർജി, പോസിറ്റീവ് എനർജി, അതുപോലെ ഹീലിംഗ് എഫക്റ്റ് ഒക്കെയും അവർക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട്. തന്നെയുമല്ല, എവിടെ ഇരുന്നാലും നിങ്ങളോട് യഥാർത്ഥത്തിലും ഒരു സ്നേഹമുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. ഏത് കാര്യത്തിലും നിങ്ങൾ മുൻപന്തിയിൽ നിന്നിരുന്നു എന്നുള്ളതാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്ന നിങ്ങളെ പറ്റി. ഇവിടെ കണ്ടില്ലേ, ഇവിടെ 7 of Swordsന്റെ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയും ഒരു കാര്യം പറയാം, നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ പോലും, നിങ്ങളിൽ നിന്ന് പിരിഞ്ഞിരുന്നപ്പോൾ പോലും നിങ്ങളോട് എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നേരത്തെ തന്നെ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞിട്ടുണ്ടാവണം, കള്ളം കാണിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ അവർ ഇപ്പോൾ പെട്ടിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. വാസ്തവത്തിൽ നിങ്ങൾ അവരുടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിരുന്നു. അപ്പോൾ പിന്നെ നിങ്ങളോട് അടുത്ത് സ്നേഹം കൂടിയിരുന്ന സമയത്ത് എന്തൊക്കെയോ കള്ളം പറഞ്ഞതുകൊണ്ടാണ് അവർ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു കുടുക്കിലായിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അവർക്ക് രക്ഷപ്പെടണം, മുന്നോട്ട് വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ അത് സാധിക്കുന്നില്ല. അപ്പോൾ അവർ വിചാരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ അങ്ങനെ ചീറ്റ് ചെയ്തത് കൊണ്ടാണല്ലോ അവർക്ക് ഈ ഒരു ഗതി വന്നത് എന്നാണ് അവർ ചിന്തിക്കുന്നത് ഇപ്പോൾ. കാരണം നിങ്ങളോട് ഇവിടെ കണ്ടില്ലേ 7 of Swords, ഇവിടെ ഇതൊരു ചീറ്റിങ്ങിന്റെ എനർജിയാണിത്. നിങ്ങളോട് എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും നേരത്തെ തന്നെ. അത് നിങ്ങൾ കുറേയൊക്കെ വിശ്വസിച്ചിട്ടുണ്ടാവും, ചിലതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടും ഉണ്ടാവാം, ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം. ഇതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു അവസ്ഥ വന്നത് എന്ന് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. മനസ്സിലായോ? അതുകൊണ്ടായിരിക്കണം എന്ന് അവർ ഇവിടെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ തീർച്ചയായും അവരുടെ ഉള്ളിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി ഒരു വെയിറ്റിംഗ് ഉണ്ട്. പക്ഷെ തൽക്കാലം അത് നിങ്ങളോട് പറയാനോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനോ ഒന്നും അവരെ കൊണ്ട് പറ്റുന്നില്ല. ഇവിടെ Queen of Wandsന്റെ എനർജി കണ്ടില്ലേ, നിങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ, നിങ്ങളുമായിട്ടുള്ള സ്നേഹത്തെ കമ്പയർ ചെയ്യുമ്പോൾ അവരെക്കാൾ ഒത്തിരി ഒരു പടി മുന്നിലാണ് നിങ്ങളെന്ന് അവർ വിശ്വസിക്കുന്നു, അവർ വിചാരിക്കുന്നു. കാരണം നിങ്ങളാണ് കൂടുതലായിട്ടും വിദ്യാഭ്യാസമുള്ളതെന്നും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ആൾക്കാരെ അപേക്ഷിച്ച് കൂടുതലായിട്ട് ഇൻറ്റ്യൂട്ടീവാണ് നിങ്ങൾ. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും കഴിവുള്ള, അല്ലെങ്കിൽ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. എല്ലാ കാര്യങ്ങളും ലീഡ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിവുണ്ട് എന്നൊക്കെ അവർ മനസ്സിൽ ഇപ്പോൾ ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ സ്റ്റാറിന്റെ എനർജിയാണ് നിങ്ങളെപ്പറ്റി അവർ ചിന്തിക്കുമ്പോൾ, നിങ്ങൾക്കൊരു സ്റ്റാറിന്റെ എനർജിയാണ്. കാരണം ഇവിടെ നമ്മൾ വന്നിരുന്നല്ലേ, ഇവിടെ കണ്ടിരുന്നല്ലേ അവരുടെ കറണ്ട് എനർജിയിൽ വന്നിരുന്ന ഹീലിംഗ് ഇതേ തന്നെയാണ്. ഈ ഒരു ഹീലിംഗ് ഇഫക്റ്റാണ് ഇവിടെ സ്റ്റാറിന്റെ എനർജിയിലും വന്നിരുന്നത്. കാരണം നിങ്ങളുടെ സംസാരത്തിലും നിങ്ങളുടെ പ്രവൃത്തിയിലും ഒക്കെ അവർക്കൊരു ഹീലിംഗ് ഇഫക്റ്റ് നൽകിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴവർ ചിന്തിക്കുന്നത്. ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങളോടൊപ്പമുള്ള
സന്തോഷങ്ങളെ അവർ അയവിറക്കുന്നുണ്ട്. നിങ്ങളോടൊപ്പം ചേർന്ന് നടത്തിയ യാത്രകൾ, അതുപോലെ തന്നെ കുടുംബസഹിതം കഴിഞ്ഞിരുന്ന സമയത്ത്, അല്ല എങ്കിൽ അങ്ങനെ കഴിയണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവണം, പറഞ്ഞിട്ടുണ്ടാവണം നിങ്ങളോട്. ഒരു കുടുംബമായിട്ട് നമുക്ക് വിവാഹം കഴിച്ച് മുന്നോട്ട് പോകണം എന്നൊക്കെ വാഗ്ദാനം നൽകിയ വ്യക്തികളാണ് അവർ എന്ന് ഇവിടെ കാണുന്നുണ്ട്. ആ ഒരു വാഗ്ദാനം തന്നെയും കള്ളമായിരുന്നല്ലോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. എന്തിനു വേണ്ടി വെറുതെ ഈ പൊള്ള വാഗ്ദാനങ്ങൾ നൽകി എന്നൊക്കെയുള്ള ചിന്തകളാണ് അവരുടെ ഉള്ളിൽ ഇപ്പോൾ അവരെ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം വിഷമത്തിലാണ് അവർ ഈ ഒരു സമയത്ത് ഉള്ളത് എന്ന് കാണുന്നുണ്ട്. അധികം ആരോടും സംസാരിക്കാൻ കഴിയുന്നില്ല, അധികം സന്തോഷിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. ഇതൊക്കെ ആരോടും പറയാൻ പറ്റുന്നില്ല. ഇത് അവരുടെ മാനസികാവസ്ഥ ആരോടും പറഞ്ഞ് ഫലിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തെ യഥാർത്ഥത്തിലും ഇങ്ങനെയാണ് ഞാൻ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ അവരെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം അവരുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു എനർജിയാണ്. കിങ് ഓഫ് വാൻസിന്റെ എനർജി ഉണ്ട്. കാരണം വളരെയധികം ആവേശത്തോടു കൂടി നിങ്ങളെ കാണാനോ സംസാരിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ മനസ്സിൽ. പക്ഷെ ഈ ആഗ്രഹങ്ങളെ പുറത്തു കൊണ്ടുവരാനോ പുറത്തേക്ക് പറയാനോ ഒന്നും അവർ ഇപ്പോൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ ക്വീൻ ഓഫ് സോഡിന്റെ എനർജി കണ്ടില്ലേ? നിങ്ങൾക്കൊരു അതോറിറ്റി പവർ ഉണ്ട്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം ഇല്ലെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ തക്കതായ നല്ല കഴിവുള്ള വ്യക്തിയാണ് എന്നവർ നിങ്ങളെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളെപ്പറ്റി ഇതൊക്കെയാണ് അവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? 2 ഓഫ് കപ്സിന്റെ എനർജി കണ്ടില്ലേ? നിങ്ങളിലേക്ക് വരണം. ഇനി ഒരു കാര്യം, ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള സ്നേഹബന്ധത്തിനും ബാധകമാണ്. നിങ്ങളുടെ സാഹചര്യമാണ് നോക്കേണ്ടത്. മനസ്സിലായോ? തേർഡ് പാർട്ടി ഇല്ലാത്തവരും കൂടെ റീഡിംഗ് കണ്ടിട്ട് തേർഡ് പാർട്ടി ഉണ്ട് എന്ന് വിശ്വസിച്ച് മുന്നോട്ട് വരാൻ പാടില്ല. അത് നിങ്ങളുടെ ഒരു സാഹചര്യം അനുസരിച്ച് വേണം റീഡിംഗ് എടുക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. പേഴ്സണലായിട്ട് റീഡിംഗ് വേണമെങ്കിൽ നിങ്ങളുടേതായ പേരും വയസ്സും ഒക്കെ വെച്ചിട്ട് റീഡ് ചെയ്ത് നോക്കണം. മനസ്സിലായി? അപ്പോഴേ നിങ്ങളുടേതായ കാര്യങ്ങളിൽ യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതൊരു ജെൻഡർലെസ് റീഡിംഗ്, ടൈംലെസ് റീഡിങ്. മനസ്സിലായി? ജനറൽ റീഡിങ്. അങ്ങനെ മനസ്സിലാക്കി വേണം മുന്നോട്ട് വരാൻ, ഈ റീഡിങ് കാണാനും. കണ്ടില്ലേ? ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ എന്ന് കാണുന്നുണ്ട്. ഒരു 2 ഓഫ് കപ്സിന്റെ എനർജി, ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിലുള്ളത് എന്ന് കാണുന്നുണ്ട്. പക്ഷെ ഇത് അവർ എന്നെങ്കിലും പറ്റിയാൽ അവർ നിങ്ങളിലേക്ക് വന്നിരിക്കും. മനസ്സിലായി? ഇത് കുറച്ച് കാലം കഴിയണം. ഈ ഒരു ടൈം പീരീഡ് ഉണ്ട്. ഈ ഒരു അകൽച്ചയ്ക്ക് കുറച്ച് താമസം ഉണ്ടാകുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമേ അവർ നിങ്ങളിലേക്ക് വരികയുള്ളൂ. കാരണം എത്രയും പെട്ടെന്ന് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ വേറെയും ചില പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അവർ ഇവിടെ വെയിറ്റിങ്ങിലാണ്. മനസ്സിലായോ? അവരിവിടെ വെയിറ്റിങ്ങിലാണ്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുമുണ്ട്. നിങ്ങളെ അത്രമാത്രം നല്ല വ്യക്തികളായിട്ടും നല്ല ഒരു സ്റ്റാറിന്റെ കഴിവുള്ള വ്യക്തിയായിട്ടും നിങ്ങളെ കരുതുന്നുണ്ട്. മനസ്സിലായി? നിങ്ങളൊരു സ്റ്റാർ ആണെന്ന് തന്നെയാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെപ്പറ്റി കരുതിയിരിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങളെപ്പറ്റി കരുതിയിരിക്കുന്നത്. ഇവിടെ എംപ്രസിന്റെ സ്ഥാനത്താണ്. കണ്ടില്ലേ? ഈ ഒരു എംപ്രസിന്റെ സ്ഥാനമാണ് അവരുടെ ഉള്ളിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അതുകൊണ്ട് വരാനും സംസാരിക്കാനും അവരെ കൊണ്ട് പറ്റുന്നില്ല. പക്ഷെ അവർ ക്രമേണ വരും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇത്തരത്തിലുള്ള ഒരു കണക്ഷൻ ഉള്ളപ്പോൾ, ഒരു സോൾമേറ്റ് കണക്ഷൻ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഒരുപാട് കാലം അങ്ങ് വിട്ടിരിക്കാൻ പറ്റില്ല. എത്ര ദിവസങ്ങൾ അവർ വിട്ടിരിക്കുന്നുവോ അത്രയും ദിവസങ്ങൾ നിങ്ങളുടെ ഓർമ്മകൾ അവരെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? അല്ലാതെ അവരുടെ ജീവിതത്തിൽ നിന്നും ഒരു നിമിഷം കൊണ്ടൊന്നും നിങ്ങളെ തുടച്ചു മാറ്റാനോ അല്ലെങ്കിൽ പറിച്ചു മാറ്റാനോ ഒന്നും പറ്റത്തില്ല. അത് നിങ്ങളും മനസ്സിലാക്കണം. കാരണം കണ്ടില്ലേ? ഇത് നൈറ്റ് ഓഫ് കപ്സ്. എവിടെ പോയാലും എത്ര ദൂരെ ഇരുന്നാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും നിങ്ങളോട്
ലവ് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും പിന്നെ അവർക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും അവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു റീഡിങ്ങിൽ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇനി നമുക്കിവിടെ വേണമെങ്കിൽ ക്ലൂസ് എടുക്കാം. ക്ലൂസ് ഇഷ്ടമുള്ളവർക്ക്, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. നമുക്കിവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് കാപ്രിക്കോൺ ആണ്. മകരമാസം, ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, അര. ഏപ്രിൽ മന്ത്, ഡിസംബർ മന്ത്, അക്വേറിയസ് കുംഭമാസം, അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. കാസർഗോഡ്, ജൂൺ മന്ത്, നവംബർ മന്ത്, നമ്പർ 7, നമ്പർ 1, കണ്ണൂർ, ജാനുവരി, കോട്ടയം, നമ്പർ 4, സ്കോർപിയോ, വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട, വൃശ്ചികം രാശി. പൈസസ്, പൂരുരുട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി, മീനം രാശിയിലുള്ള മീനമാസം. ലെറ്റർ ടി, ലെറ്റർ യു. ഏരീസ്, മേടമാസം, അശ്വതി, ഭരണി, കാർത്തികക്കാൽ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന ക്ലൂസ്. വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ റീഡിംഗ് ആർക്കൊക്കെ റെസണേറ്റ് ആയി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. റെസണേറ്റ് ആയവർ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.